ദേ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദൃശ്യമാണ്. ഭരണങ്ങൾ പലതും മാറി വന്നെങ്കിലും പശ്ചിമ ബംഗാളിലെ ആൾക്കൂട്ടാക്രമണത്തിനും അരാജകത്വത്തിനും നിയമവാഴ്ചയില്ലായ്മയ്ക്കും യാതൊരു പരിഹാരവുമാവുന്നില്ല. പണ്ട് കോൺഗ്രസിൻ്റെ കാലത്തും ഇടതുമുന്നണിയുടെ കാലത്തും പിന്നീട് തൃണമൂലിൻ്റെ കാലത്തും ഇപ്പോൾ BJP വന്നെങ്കിലും സുവേന്ദു അധികാരി അതിനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നീതിന്യായ നിയമവ്യവസ്ഥയ്ക്കകത്ത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത്തരമൊരു കാഴ്ചയല്ല പശ്ചിമ ബംഗാളിൽ കാണുന്നത്. അവിടെ ജനങ്ങളുടെ ആക്രമണവും അരാജകത്വവും തുടർന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ പശ്ചിമ ബംഗാൾ മാത്രമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലതും ബീഹാർ അടക്കമുള്ളവയിൽ ഇത്തരം അരാജകത്വങ്ങളും അഴിമതിയുമൊക്കെ നിലനിന്നിരുന്നു. എന്നാൽ വിയോജിപ്പുകളുണ്ടെങ്കിലും അവിടെ നിതീഷ് കുമാറിൻ്റെ ഭരണം വന്നതോടുകൂടി ഒട്ടൊക്കെ നിയമവാഴ്ച നിലവിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സംവിധാനങ്ങളൊക്കെ ഭരണം മാറി വരുമ്പോഴും ഒരു മിനിമം അജണ്ടയും ഒരു മിനിമം നിയമവ്യവസ്ഥയും ഒക്കെ പാലിച്ചു പോരുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിൽ 1950കളിലും 60കളിലുമൊക്കെ ഉണ്ടായ നക്സൽബാരി പ്രസ്ഥാനം പോലെ അതിൻ്റെ അട്ടിമറികളും ആക്രമണങ്ങളും എങ്ങനെയാണോ നടന്നത് അതിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഒക്കെയും തുടർന്നു പോരുകയാണ്. 2011 വരെ ഭരിച്ച CPIM ഭരണകൂടവും അക്കാലത്ത് നടത്തിയതെല്ലാം നിരവധിയായ ഏറ്റുമുട്ടലുകളൊക്കെ ആയിരുന്നു. ഒറ്റത്തവണയായി 10 സന്യാസിമാരെ ആൾക്കൂട്ടം കൂടി ചുട്ടുകൊന്നതടക്കമുള്ള സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ അന്നത്തെ കാലമെന്ന് കരുതി ഇന്നത്തെ സുതാര്യ ജനാധിപത്യത്തിൻ്റെ കാലത്തിൻ്റെ പുരോഗതിയിലേക്ക് വരുമ്പോഴും ഈ ആൾക്കൂട്ട ആക്രമണവും അരാജകത്വവും തുടരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കയ്യാങ്കളിക്കും ആൾക്കൂട്ടാക്രമണത്തിനും അതുപോലെ തന്നെ അരാജകത്വത്തിനുമൊക്കെ എതിരെ പ്രചരണം നടത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. പക്ഷേ വന്നിട്ടും ഫലം സ്വാഹ. ഈ ജനക്കൂട്ടം വേറൊരു പേരിലായി എന്നുള്ളതൊഴിച്ചാൽ വീണ്ടും ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ആക്രമിച്ചതൊക്കെ ഇടതുമുന്നണിക്കാരെയും ഇടതുമുന്നണിയുടെ പാർട്ടി ഓഫീസും ഒക്കെ ആണെങ്കിൽ പിന്നീട് അതിൽ നിന്നൊരു കഷണം പുറത്തുപോയി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP വന്നപ്പോൾ ഏറ്റുമുട്ടൽ അങ്ങോട്ടേക്കും മാറി. ആ ഏറ്റുമുട്ടലിൻ്റെ തുടർച്ചയെന്നോണമാണ് സുവേന്ദു അധികാരി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയായി BJP ഭരണം വന്നിട്ടുള്ളത്. ആ BJP ഭരണം വന്നപ്പോഴും സ്ഥിതി ഇതുതന്നെയാണ്. അധികാരം മുഴുവൻ ഭരിക്കുന്ന പാർട്ടികളിൽ കയ്യേറി അതിലെ ഗുണ്ടകളും ആൾക്കൂട്ടവും ചേർന്ന് എന്ത് അനീതിയും നീതിയാക്കുന്ന ആക്രമിക്കപ്പെടുന്നൊരു സ്ഥിതിവിശേഷം. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊരു സമരം നടത്താനോ പ്രതിഷേധം നടത്താനോ കഴിയാത്ത സ്ഥിതിവിശേഷം. മൊട്ടയേറും ആക്രമണങ്ങളും അതുപോലെയുള്ള സംഗതികളും കൊണ്ട് ബുദ്ധിമുട്ടി അവസാനം ഒന്നും കഴിയാത്ത സ്ഥിതിയിലേക്കെത്തി ആളുകൾ വല്ലാതെ പരിഭ്രാന്തരാകുന്ന ഒരവസ്ഥ. അത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിരിക്കുന്നു. ഒരുപാട് ആളുകൾ പാർട്ടി മാറി, യൂസുഫ് പട്ടാൻ അടക്കമുള്ളവർ മാറി എന്നൊക്കെ പറയുമ്പോൾ അവരെ രാഷ്ട്രീയമായി വിമർശിക്കുന്നവരാരും തന്നെ അവരുടെ നിലനിൽപ്പും അവരുടെ ജീവനും അവരുടെ വീടും അവരുടെ സ്ഥാപനങ്ങളുടെയും ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. കാരണം ഭരണം മാറിയാൽ പിന്നെ തീയിട്ടാലും തല്ലിക്കൊന്നാലും ഒരു വിശേഷവുമില്ല, ഒരു കേസുമില്ല, ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ല എന്ന സ്ഥിതിയിലേക്കാണ് പശ്ചിമ ബംഗാൾ പോകുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും നിയമവിധേയ പ്രക്രിയയുടെ ഭാഗമായെങ്കിലും പശ്ചിമ ബംഗാൾ അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ്. ടാഗോറിൻ്റെ നാടാണ്. സാഹിത്യത്തിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് നോബൽ സമ്മാന ജേതാവിനെയും സത്യജിത് റേ അടക്കമുള്ള ആളുകളെയും ഒക്കെ സംഭാവന ചെയ്ത പശ്ചിമ ബംഗാൾ ഇപ്പോഴും അങ്ങനെ തുടരുന്നു എന്നുള്ളത് എത്രയോ ഖേദകരമായ കാര്യമാണ്.